ഹലോ എവരിവൺ, ഏണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ RRBJ 2025 നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ആക്റ്റീവാണ്. അപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരൊക്കെ അതിനായിട്ട് അപ്ലൈ ചെയ്യുക. ലാസ്റ്റ് ഡേറ്റിലേക്ക് വെക്കാതെ നേരത്തെ തന്നെ ഈ നോട്ടിഫിക്കേഷനായിട്ട് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന ടൈമിൽ നമ്മളോട് ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. ആദ്യമായിട്ട് ജെയ് എഴുതുന്നവരും അതേപോലെ നേരത്തെ ജെയ് എഴുതിയവരൊക്കെ ഒരുപാട് ഡൗട്ട്സ് ചോദിച്ചിരുന്നു. ഇതിൻ്റെ ഏജ് ലിമിറ്റിൽ മാറ്റമുണ്ടോ, അതേപോലെ ക്വാളിഫിക്കേഷനിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടോ എന്നൊക്കെ. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ആ ഒരു ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ മെയിനായിട്ട് വരുന്ന പോസ്റ്റുകൾ RRBJയിൽ വരുന്നത് ജൂനിയർ എഞ്ചിനീയർ സിവിൽ, ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അതേപോലെ DMS, കെമിക്കൽ ആൻഡ് മെറ്റലർജിക്കൽ അസിസ്റ്റൻറ്റ്. ഇത്രയും പോസ്റ്റുകളാണ് മെയിനായിട്ട് RRBJയിൽ വരുന്നത്. നമുക്ക് ഓരോ പോസ്റ്റിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മെക്കാനിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗിലേക്ക് വരുമ്പോൾ 3 ഇയർ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ആയിരിക്കണം, അല്ലെങ്കിൽ ബാച്ചിലർ ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി ആയിരിക്കണം. ഇതിൽ മെക്കാനിക്കലിൽ വരുമ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ഉണ്ട്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, മാനുഫാക്ചറിംഗ് എഞ്ചിനീയറിംഗ്, മെക്കട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്, മെഷീനിങ് എഞ്ചിനീയറിംഗ്, ടൂൾസ് ആൻഡ് മെഷീനിങ് എഞ്ചിനീയറിംഗ്, ടൂൾസ് ആൻഡ് ഡൈ മേക്കിംഗ് എഞ്ചിനീയറിംഗ്, അതേപോലെ കോമ്പിനേഷൻ ഓഫ് എനി സബ് സ്ട്രീംസ് ഓഫ് ബേസിക് സ്ട്രീംസ് ഓഫ് എബോവ് ഡിസിപ്ലിൻ എന്നും പറഞ്ഞിട്ടുണ്ട്. ഇതിലേതെങ്കിലും ഒന്നിൽ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഡിഗ്രിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിപ്ലോമയോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിനായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതേപോലെ ഇലക്ട്രിക്കലിൻ്റെ കേസിലേക്ക് വരുമ്പോൾ അവിടെ 3 ഇയർ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ്, അതേപോലെ ബാച്ചിലർ ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജിയാണ് വരുന്നത്. അവിടെ നമുക്ക് ഈ പറഞ്ഞ പോലെ കോമ്പിനേഷൻ ഓഫ് എനി സബ് സ്ട്രീംസ് ഓഫ് ബേസിക് സ്ട്രീംസ് ഓഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മൾ ഇലക്ട്രോണിക്സിൻ്റെ കേസിലേക്ക് വരുമ്പോൾ അവിടെയും ക്വാളിഫിക്കേഷൻ സെയിം തന്നെയാണ്. അതായത് 3 ഇയർ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ്, ബാച്ചിലർ ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയാണ് പറയുന്നത്. അതിൽ വരുന്ന ഡിപ്പാർട്ട്മെന്റ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ്, കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി ഓർ കോമ്പിനേഷൻ ഓഫ് സബ് സ്ട്രീംസ് ഓഫ് ബേസിക് സ്ട്രീംസ് ഓഫ് എബോവ് ഡിസിപ്ലിൻ. അതായത് നിങ്ങൾ ഈ മുകളിൽ പറഞ്ഞ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റുകളുടെ കോമ്പിനേഷൻ സബ്ജക്ട്സുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതായത് ഇപ്പോൾ നിങ്ങൾ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എടുത്തവരുണ്ടാവും, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ എടുത്തവരുണ്ടാവും. അങ്ങനെയൊക്കെ കോമ്പിനേഷനിൽ നിങ്ങൾ പഠിച്ചവരാണെങ്കിലും നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത്രയും ബ്രാഞ്ചസ് ആണ് നമ്മുടെ ഇലക്ട്രോണിക്സിനകത്ത് വരുന്നത്. പിന്നീട് നമ്മൾ സിവിൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗിലേക്ക് പോകുമ്പോൾ അവിടെയും ക്വാളിഫിക്കേഷൻ സെയിം തന്നെയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. അതിൽ വരുന്ന ബ്രാഞ്ചസ് എന്ന് പറയുന്നത് സിവിൽ എഞ്ചിനീയറിംഗ് ഓർ കോമ്പിനേഷൻ ഓഫ് എനി സബ് സ്ട്രീംസ് ഓഫ് ബേസിക് സ്ട്രീംസ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് ഓർ BSc ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഫോർ 3 ഇയർ ഡ്യൂറേഷൻ. ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും JEE സിവിലിനായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മൾ ഏജ് ലിമിറ്റിന്റെ കേസിലേക്ക് വരുമ്പോൾ നമുക്ക് ലാസ്റ്റ് ഇയർ നോട്ടിഫിക്കേഷനിൽ 3 വർഷത്തെ കൂടി റിലാക്സേഷൻ ഉണ്ടായിരുന്നു. അതായത് കോവിഡിന്റെ കേസ് കൊണ്ട് 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെ ഉള്ളവർക്കായിരുന്നു RRBJ എഴുതാൻ സാധിക്കുന്നത്. പക്ഷേ ഇത്തവണ അത് 18 വയസ്സ് തൊട്ട് 33 വയസ്സ് വരെ ഉള്ളവർക്ക് മാത്രമേ ഈ എക്സാമിനായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ജനറൽ കാറ്റഗറിയുടെ കാര്യമാണ് പറയുന്നത്. മറ്റ് ഏജ് റിലാക്സേഷൻ അതേപോലെ തന്നെ ഉണ്ട്. അതായത് OBCക്ക് 3 വർഷം, SC STക്ക് 5 വർഷം, PWD ജനറൽ ആണെങ്കിൽ 10 വർഷം, അതേപോലെ PWD OBC ആണെങ്കിൽ 13 വർഷം, PWD SC ST ആണെങ്കിൽ 15 വർഷം. ഈ ഒരു ഇതിൽ നമുക്ക് ഏജ് റിലാക്സേഷനും കിട്ടുന്നതായിരിക്കും. നമുക്കറിയാം, നമ്മൾ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ഓൾറെഡി വന്നു കഴിഞ്ഞു, ഇപ്പോൾ ആക്റ്റീവ് ആണ്. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് എന്ന് പറയുന്നത്, അതായത് ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള ഡേറ്റ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് 30/11/2025 വരെയാണ് ഇതിൻ്റെ ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ ലാസ്റ്റ് ഡേറ്റിലേക്ക് വെക്കാതെ നിങ്ങൾ ആപ്ലിക്കേഷൻ എത്രയും പെട്ടെന്ന് തന്നെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കാരണം ലൈവ് ഫോട്ടോ അപ്ലോഡിങ്ങും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എന്തെങ്കിലും ഡിലേ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആവുകയും നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കാതെ പോവുകയും ചെയ്യും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഫീ പേയ്മെൻറ്റും ചെയ്തെന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ്. അപ്പോൾ RRBJയുടെ നോട്ടിഫിക്കേഷൻ വന്നു, ഇനി നിങ്ങൾ പഠിച്ചു തുടങ്ങേണ്ട ടൈമാണ്. നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിൽ നമ്മൾ RRBJയ്ക്കായിട്ട് CBT1 + CBT2 അതേപോലെ CBT1 മാത്രമായിട്ട് നമ്മൾ കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ്സസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഒരു മെൻറ്റർ സപ്പോർട്ട് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ ആവശ്യമായ എല്ലാ കണ്ടന്റും നമ്മുടെ കോഴ്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾക്ക് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.